വാരണാസിയിലെ കാട്ടുകളിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്നാൽ ഒരുപാട് കാഴ്ചകൾ കാണാം. തീർത്ഥാടകരും വിനോദയാത്രികരും സന്യാസിമാരും ഇതിനിടയിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായി പകലന്തിയോളം തെരുവിൽ ഓരോരോ ജോലികൾ ചെയ്യുന്നവരും. ശരിക്കും തുറന്നു വച്ച ഒരു പാഠപുസ്തകമാണ് വാരണാസി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് കൗതുകകരമായ ഒരു കാഴ്ച കണ്ടത്. രുദ്രാക്ഷമാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം. അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഉണ്ട്. ഒരാൾ രുദ്രാക്ഷക്കായ ചുരണ്ടി ഉരച്ച് അടത്തിയാൾക്ക് കൊടുക്കുന്നു. മറ്റേയാൾ അതിന് സൂചി കൊണ്ട് തുളയിടുന്നു. ആ സമയം മറ്റൊരാളത് നൂലിൽ കോർത്തു നൽകുന്നു. നമുക്കിഷ്ടമുള്ള കായകൾ തിരഞ്ഞെടുത്ത് നൽകുകയും ചെയ്യാം. എല്ലാം നല്ല ഒറിജിനൽ രുദ്രാക്ഷവുമാണ്. ചിലർ മാലയായി വാങ്ങിക്കൊണ്ട് പോകുന്നുമുണ്ട്. ചിലർ 1-2 എണ്ണമായും വാങ്ങുന്നു. ഒരു കായ തയ്യാറാക്കിയെടുക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 10 മിനിറ്റോളം വേണം. രുദ്രാക്ഷമരം നമ്മുടെ കേരളത്തിലുമുണ്ടെങ്കിലും കൂടുതലും കാണപ്പെടുന്നത് ഉത്തരേന്ത്യയിലും നേപ്പാളിലുമൊക്കെയാണ്. പല മുഖങ്ങളിലുമുള്ള രുദ്രാക്ഷങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. അതുപോലെ രുദ്രാക്ഷത്തിന് നല്ല ബലവും നിറവും ലഭിക്കുന്നതിന് എള്ളെണ്ണ നല്ലതാണെന്നും കേട്ടിട്ടുണ്ട്. 6 മാസം രുദ്രാക്ഷം എള്ളെണ്ണയിലിട്ട് സൂക്ഷിക്കണം. രുദ്രാക്ഷം സൂക്ഷിക്കുന്ന ഈ എണ്ണയും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണെന്ന് പറയപ്പെടുന്നു. ഒരു മെഷീൻ പോലെയാണ് ഇവരുടെ ജോലി. പുറന്തോട് ചുരണ്ടിയാൽ മാത്രം പോരാ, ബ്രഷ് കൊണ്ട് ഉരച്ച് വൃത്തിയാക്കുകയും വേണം. ഇതുപോലെ മറ്റൊരു ഭാഗത്ത് ചെന്നപ്പോൾ ഈ രുദ്രാക്ഷം പ്രത്യേക രീതിയിൽ കെട്ടിയെടുക്കുന്നതും കണ്ടു. ആദ്യം വൃത്തിയാക്കിയെടുത്ത രുദ്രാക്ഷക്കായകൾ ഒരു മാല പോലെ കോർത്തെടുത്തതിന് ശേഷം കട്ടിയുള്ള നൂലിൽ കെട്ടി ഒരു പ്രത്യേക രീതിയിൽ കോർത്തെടുക്കുകയാണ്. ഈ കെട്ടിൻ്റെ ഒരു ഗുണം മാലയൊന്ന് പൊട്ടിപ്പോയാലും എല്ലാ കായകളും അഴിഞ്ഞു പോവില്ല എന്നതാണ്. ഇതൊരു കടയാണ്. ഒരു അച്ഛനും മകനും കൂടിയാണ് മാല നിർമ്മാണം. നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറയുന്ന പോലെ ഒരു മാല 5 മിനിറ്റ് കൊണ്ട് ഈ രീതിയിൽ തയ്യാറാക്കി തരും. ഈ തെരുവുകളിലൂടെ സമയമെടുത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ ഒരുപാട് കാഴ്ചകളും കാണാം, ഒരുപാട് അപൂർവ സാധനങ്ങളും വാങ്ങാം.